ജപ്പി. ഞാൻ UKG A പഠിക്കുന്നത്. രാമായണത്തിലെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളാരാണെന്ന് അറിയാമോ? ശ്രീ ഹനുമാൻ. ശക്തിമാൻ, മഹാപണ്ഡിതൻ. രാവണൻ സീതാദേവിയെ ലങ്കയിൽ താമസിപ്പിച്ചിരുന്ന കാലം. ആർക്കാണ് ഈ മഹാസമുദ്രം ചാടിക്കടന്ന് ലങ്കയിലെത്താൻ പറ്റുക എന്നെല്ലാവരും വിഷമിച്ചിരിക്കുകയാ. അപ്പോൾ ജാംബവാൻ പറഞ്ഞു, ഹനുമാൻ, നിനക്ക് മാത്രമേ ഈ മഹാസമുദ്രം ചാടിക്കടന്ന് ലങ്കയിലെത്താൻ പറ്റുകയുള്ളൂ. നീ അത് ചെയ്യണം. ഈ വാക്കുകൾ തലകുനിച്ച് കേട്ട ഹനുമാൻ തന്റെ ശരീരം മുതുക്കി വായുയർത്തി കൈകൾ വീതിച്ചും കണ്ണുകൾ മുകളിലോട്ട് ഉറപ്പിച്ച് ആത്മവിശ്വാസത്തോടെ ലങ്ക ലക്ഷ്യമാക്കി ഒറ്റച്ചാട്ടം ലങ്കയിലെത്തിയില്ല. അപ്പോൾ അതാ വരുന്നു വഴിയുടക്കിക്കൊണ്ട് സർവ്വനാഗങ്ങളുടെ അമ്മ. ഈ വഴി പോകുന്നവരെല്ലാം എന്റെ വായിലേക്ക് അണത്തുക എന്ന് വായും പിളർന്നു വന്ന സരസ പറഞ്ഞു. അപ്പോൾ ഹനുമാൻ പറഞ്ഞു, ശരി, എന്നെ വിഴുങ്ങിക്കോളൂ. പെട്ടെന്ന് ഹനുമാൻ വലുതാക്കാൻ തുടങ്ങി. ഹനുമാൻ തന്റെ ശരീരം വലുതാക്കിക്കൊണ്ടിരുന്നു. സുരസ തന്റെ വായ വലുതാക്കിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് ഹനുമാൻ തന്റെ ശരീരം ചെറുതാക്കി സുരസയുടെ വായിക്കടന്ന് പുറത്തു വന്നു. കൈകൂപ്പി നിന്നു. അവര് ഫ്രണ്ട്സ് എത്ര എന്നിട്ട് ഹനുമാൻ പോവാനും അനുവദിച്ചു. വീണ്ടും പറഞ്ഞപ്പോൾ അപ്പോ അതാ വരുന്നു സിംഹിക. നിഴലുകളെ പിടിച്ച് ആളുകളെ കൊന്നു ഭയങ്കരയായ രാക്ഷസി. നിസ്സാരം. ഒറ്റയടിക്ക് ഹനുമാൻ സിംഹിക്കുന്നു. അങ്ങനെ വീണ്ടും പറന്ന് ലങ്കയിലെത്തി. അങ്ങനെ ലങ്കാലക്ഷ്മിയെ തോൽപ്പിച്ചു. ലങ്കാപുരി കത്തിച്ച് ചാമ്പലാക്കി. സീതാദേവിയെ കണ്ട് ചൂടാമണി വാങ്ങി തന്റെ ഉദ്ദേശങ്ങളെല്ലാം സാധിച്ച് തിരിച്ചു പോന്നു. നോക്കൂ കൂട്ടുകാരെ, ഒരു ലക്ഷ്യം അത് എത്ര വലുതാണെങ്കിലും അത് സാധിക്കുമെന്ന് ഉത്തമ വിശ്വാസത്തോടെ നമ്മൾ പരിശ്രമിച്ച് നോക്കണം. ജയിക്കുക തന്നെ ചെയ്യും. ശ്രീരാമഭക്തനായ ഹനുമാന്റെ വിശ്വസ്തതയും ഉത്സാഹവും നമുക്ക് മാതൃകയാക്കാം. നന്ദി, നമസ്കാരം.